ദൈവം തൻ്റെ സ്വപ്നങ്ങൾ എഴുതിയ തൂലികയാണ് നാം ഓരോരുത്തരും. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ആ തൂലിക അതിൻ്റെ ഇഷ്ടത്തിന് നീങ്ങിയെന്ന് തോന്നി. അവനെ ഓർത്തുകൊണ്ട് പലതും നഷ്ടപ്പെടുത്താൻ നിന്റെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും അവൻ നിന്നെ സമീപിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കണം, സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും വേണം. എന്നാൽ ഒന്നുണ്ട്, ഇവയൊന്നും നിനക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. ഒഴുകുന്ന പുഴയും തെളിഞ്ഞ ആകാശവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. എന്നാൽ പുഴയുടെ ഹൃദയത്തിൽ അതിൻ്റെ ഒഴുക്കിൽ നിനക്ക് കാണാൻ കഴിയും ആ ആകാശത്തെ. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വന്നത് അവനിലൂടെ അവളിലൂടെ പൂർത്തീകരിക്കേണ്ട ഒരു നിയോഗവുമായിട്ടാണ്. ആ പൂർത്തീകരണത്തിന് പിന്നിൽ ചില നഷ്ടങ്ങളുണ്ട്. പഴയ നിയമത്തിലെ അബ്രാഹവും പുതിയ നിയമത്തിലെ പരിശുദ്ധ അമ്മയും യോസേ പിതാവും എല്ലാം തങ്ങളുടെ ഇഷ്ടങ്ങളെ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് നഷ്ടപ്പെടുത്തിയവരാണ്. സ്വപുത്രനെ പോലും നമ്മുടെ രക്ഷയ്ക്കായി നൽകിയ പിതാവായ ദൈവത്തിൻ്റെ നഷ്ടം എത്രമാത്രം വലുതാണെന്ന് നാം അനുനിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും എല്ലാം മേൽ വന്ന് കാൽവരി എന്ന വലിയ നേട്ടം സ്വന്തമാക്കാൻ ആ 33-കാരൻ തൻ്റെ എല്ലാ മാനുഷികമായ ആഗ്രഹങ്ങളെയും നഷ്ടമായി കണക്കാക്കി.